എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കേരളത്തിൽ 3 സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. 3 സ്ഥലത്തേക്ക് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. അതിൽ പാലക്കാടാണ് ഇന്നലാണ് കഴിഞ്ഞത്. അപ്പോൾ 3 മുന്നണികളും കൂട്ടലും കിഴിക്കലുകളായിട്ട് നല്ല വിജയപ്രതീക്ഷ തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് പതിവിന് വിപരീതമായിട്ട് BJP പതിവിന് വിപരീതമായിട്ട് പറയാൻ കാരണം, കഴിഞ്ഞ തവണ പാലക്കാട് മണ്ഡലത്തിൽ MLA ഓഫീസ് വരെ അഡ്വാൻസ് ആയിട്ട് പണിത് വിജയം ഉറപ്പിച്ച് നിന്നിരുന്ന ടീമായിരുന്നു BJP. പിന്നീട് അവസാന നിമിഷം നമ്മുടെ ഷാഫി പറമ്പിൽ അവിടെ വിജയിച്ച് കയറുന്നൊരു സിറ്റുവേഷനാണ് പിന്നെ ഉണ്ടായത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു വിശകലനം. ഇപ്പോൾ ഇന്നലെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ചാനലുകളിലൊക്കെ നല്ല രീതിയിൽ ഡിബേറ്റുകളും വിശകലനങ്ങളും കാര്യങ്ങളും ഓരോ മുന്നണികളുടെയും വിജയപ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ചാനലുകളിൽ ചർച്ച ചെയ്തു. സ്ഥാനാർത്ഥികൾ പങ്കുവച്ചു, സ്ഥാനാർത്ഥി പ്രതിദാനം ചെയ്യുന്ന പാർട്ടികൾ പങ്കുവച്ചു, ഓരോ മുന്നണികളും പങ്കുവച്ചു. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ചെറിയൊരു വിശകലനം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് വിജയസാധ്യത എന്നുള്ളത്. അപ്പോൾ അതിന് ഞാൻ കാണുന്നത് ഏറ്റവും പ്രധാനമായി സ്വാധീനിക്കാൻ സാധ്യതയുള്ള 3 ഘടകങ്ങൾ. ഒന്നാമത്തത് സ്ഥാനാർത്ഥിൻ്റെ മികവാണ്. എത്ര നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും, ഇനി അതല്ല നിഷ്പക്ഷ അല്ലാതെ ഒരു കുറച്ച് പൊളിറ്റിക്കലി ചിന്തിച്ചാൽ പോലും ഈ ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ രാഹുലിനെതിരെ പരിഹസിക്കുന്ന ആളുകൾക്ക് പോലും അറിയാം, ഈ പറയുന്ന ആളുകൾക്ക് വരെ അറിയാം, ഈ 3 സ്ഥാനാർത്ഥികളിൽ വ്യക്തിഗത മികവ് ഏറ്റവും നന്നായിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഒരാളുകളിലേക്ക് ഇടപഴകുന്ന രീതിയും സംഘടനാ പ്രവർത്തനത്തിലുണ്ടായിരുന്ന രീതിയും കാര്യങ്ങളും പ്രതിപക്ഷത്തിൽ ഇരുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത പ്രശസ്തിയും കാര്യങ്ങളും ചാനലിലും അല്ലാതെ സമരമുഖത്തും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ 3 സ്ഥാനാർത്ഥികളിൽ ഏറ്റവും മെച്ചം അല്ലെങ്കിൽ ഈ പറയപ്പെട്ട 3 സ്ഥാനാർത്ഥികളിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി തീർച്ചയായും അത് രാഹുൽ മാങ്കൂട്ടത്തിനാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയെ നോക്കി ചെയ്യുന്ന കുറച്ച് പേരുണ്ടാവും. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചാനലുകളൊക്കെ സർവേ ഒക്കെ നടക്കുന്ന സമയത്ത് അതിലുണ്ടാവും എന്താണ് അവരെ സ്വാധീനിക്കുന്ന ഘടകം. അതിൽ കുറച്ച് ശതമാനം പേരെങ്കിലും ഈ സ്ഥാനാർത്ഥിയുടെ മികവിന് നോക്കിയിട്ട് വോട്ട് ചെയ്യും. അവിടെ എഡ്യൂക്കേഷൻ്റെയും അപ്പുറത്ത് സ്ഥാനാർത്ഥിൻ്റെ മികവ് അവർ കണ്ട് അല്ലെങ്കിൽ അവർ അറിഞ്ഞ കാര്യങ്ങളിൽ നിന്നുള്ള മികവായിരിക്കും. അതിപ്പോൾ കഴിഞ്ഞ തവണ പാലക്കാട് മത്സരിച്ച ശ്രീധരന് അത്രത്തോളം നല്ല മത്സരം കാഴ്ചവെക്കാൻ തന്നെ കാരണം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു ഇമേജാണ്, ഒരു മെട്രോമാൻ എന്നൊരു ഇമേജാണ് അന്ന് BJP ശരിക്കും മാർക്കറ്റ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ഈ പറയപ്പെട്ട വ്യക്തിഗത മികവിൽ കിട്ടിയ വോട്ടിലായിരുന്നു അന്ന് ഒരു പരിധിവരെ ഷാഫി പറമ്പിലിനെ വിറപ്പിക്കാൻ ഈ പറയപ്പെട്ട ശ്രീധരന് സാധിച്ചിരുന്നത്. അപ്പോൾ ആ സാധനം, അതായത് ഈ സ്ഥാനാർത്ഥി മികവ് ഈ തവണ അത് രാഹുൽ മാങ്കൂട്ടത്തിനാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കുമെന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, കേരളത്തിൽ ഉണ്ടാവുന്ന ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ, പൊതുവെയുള്ള ഒരു സ്ഥിതി, കേരളത്തിൽ ഏത് ഇലക്ഷൻ എടുത്തു നോക്കിയാലും BJP ജയിക്കുമെന്നുള്ളൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ആരാണോ നല്ല സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വിജയസാധ്യത കൂടിയ സ്ഥാനാർത്ഥി ആരാണോ ആ സ്ഥാനാർത്ഥിക്ക് വോട്ടുകൾ കൂട്ടമായിട്ട് ചെയ്യും എന്നുള്ളൊരു സ്ഥിതിവിശേഷം പൊതുവെ കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അത് ഒരുപാട് ഉദാഹരണങ്ങൾ അതിന് പറയാനുണ്ട്. ഇപ്പം ശശി തരൂരിൻ്റെ ഇത് പറയാനുണ്ട്, മുമ്പ് മഞ്ചേശ്വരത്ത് നമ്മുടെ സുരേന്ദ്രൻ്റെ ഇത് പറയാനുണ്ട്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ. ഇപ്പോൾ പാലക്കാട് തന്നെ ഈ ശ്രീധരൻ തോറ്റത് തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രാധാന്യമുള്ള മണ്ഡലത്തിലെ പഞ്ചായത്തിലുള്ള വോട്ടുകൾ എണ്ണി തുടങ്ങിയ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ലീഡ് കുറഞ്ഞതും ഷാഫി പറമ്പിൽ പതിയെ കയറുന്നതും പിന്നീട് വിജയിച്ചു കയറുന്നതും. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ ഏറെക്കുറെ എന്ന് പറയാൻ കാരണം അത് നല്ല രീതിയിൽ ഏകീകരിക്കും
ഏറെക്കുറെ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കേന്ദ്രീകരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം. പ്രധാന കാരണങ്ങളാണ്, ഒരുപാട് കാരണങ്ങളുണ്ട്. മൂന്നാമത്തെ കാരണം ഭരണവിരുദ്ധ വികാരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇത്രത്തോളം ഭരണവിരുദ്ധ വികാരം നേരിട്ട ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ ഒരു ഭരണം മുമ്പ് കേരളത്തിൽ കണ്ടിട്ടില്ല. എൻ്റെ ഓർമ്മയിലില്ല, നിങ്ങളൊക്കെ ഓർമ്മയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്രത്തോളം ഭരണവിരുദ്ധ വികാരം നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ഭരണം മുമ്പുണ്ടായിട്ടില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊന്നും വിലക്കയറ്റം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, തൊഴിലില്ലായ്മ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വികസനം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഈ പറയപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ പുറമെ നല്ല രീതിയിൽ ഡിസ്കസ് ആവാൻ പോകുന്ന മറ്റൊരു കാര്യം, ഈ നവീൻ ബാബു എന്ന് പറഞ്ഞ തഹസിൽദാർ ആത്മഹത്യ ചെയ്തതും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും അതിൽ ഈ പാർട്ടിക്കുള്ള റോളും കാര്യങ്ങളും നല്ല രീതിയിൽ ഡിസ്കസ് ആവും. അത് നല്ല രീതിയിൽ പ്രത്യേകിച്ച് സെൻറ്റിമെൻറ്റ്സ് കൂടുതൽ വർക്കൗട്ട് ആവുക സ്ത്രീ വോട്ടർമാർക്കിടയിലാണ്. ആ സാധനം സ്ത്രീ വോട്ടർമാരുടെ നല്ലൊരു ശതമാനം പങ്ക് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കും. കാരണം സെൻറ്റിമെൻറ്റ്സ് ഈ ഒരു നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും അത് തീർച്ചയായിട്ടും CPM എതിരായിട്ട് വരും. അപ്പോൾ ഈ 3 ഘടകങ്ങളാണ്. 1 സ്ഥാനാർത്ഥി മികവ്, 2 ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, 3 ഭരണവിരുദ്ധ വികാരം. ഇതിൽ ഏറ്റവും ഫസ്റ്റ് ഉണ്ടാവാൻ സാധ്യത ഉള്ളതും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഭരണവിരുദ്ധ വികാരമാണ്. ഈ ഭരണവിരുദ്ധ വികാരം നല്ല രീതിയിൽ പാലക്കാട് ഉണ്ടാവുമെന്ന് പറയാൻ കാരണം, സാധാരണക്കാർ ഒരുപാട് ഉള്ള ഒരു മണ്ഡലമാണ് ഈ പാലക്കാട് മണ്ഡലം. പാലക്കാട് ഹൃദയത്തിലുള്ള നഗരഭാഗങ്ങളിലല്ലാതെ ഗ്രാമപ്രദേശങ്ങളിലോ അല്ലാതെയൊക്കെ നല്ല രീതിയിൽ സാധാരണക്കാർ ഉള്ളൊരു മണ്ഡലമാണ് ഈ പാലക്കാട്. അപ്പോൾ പാലക്കാട് മണ്ഡലത്തിലെ ഭരണവിരുദ്ധ വികാരം എന്തായാലും ഒരു പരിധി വരെയൊന്നും BJPക്ക് ആ വോട്ട് കിട്ടൂല. കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം അത് തീർച്ചയായിട്ടും അത് UDF ഭരിക്കുന്ന സമയത്താണെങ്കിൽ അത് LDFന് അനുകൂലമാവും, LDF ഭരിക്കുന്ന സമയത്താണെങ്കിൽ അത് UDFന് അനുകൂലമാവും. അതാണ് പൊതുവെ ഉണ്ടാവല്. അത് മൂന്നാമതൊരു പാർട്ടിയിലേക്ക് BJPയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം നിലവിലായിട്ടില്ല. അപ്പോൾ ഈ 3 ഘടകങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഞാൻ വിജയസാധ്യത കൂടുതൽ ഉണ്ടാവും എന്ന് പറയാൻ പ്രധാനമായി ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ. ഇനിയും പല കാര്യങ്ങളുമുണ്ട്. ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് അവിടെ പ്രതിഫലിക്കുക. മറ്റുള്ള ചെറിയ ചെറിയ വിവാദങ്ങളിലൂടെയൊക്കെ ഒരു പക്ഷേ കുറച്ച് വോട്ടുകളൊക്കെ നഷ്ടപ്പെട്ടേക്കാം. എന്നാലും കൂടെ നല്ല രീതിയിൽ വോട്ടുകൾ ഏകീകരിക്കാൻ സാധ്യതയുള്ള ഈ 3 കാര്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ചില അടിയൊഴുക്കുകളോ വല്ല അട്ടിമറികളോ നടന്നു കഴിഞ്ഞാൽ അതിലൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഈ ചാനലിൽ കാണുന്ന പ്രതികരണങ്ങളും നമ്മളെ മുമ്പിൽ കാണുന്ന കാര്യങ്ങളും മാത്രം ഒന്ന് വിശകലനം ചെയ്തിട്ടാണ് പറയാൻ ശ്രമിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സാധ്യത ഉണ്ടാവാൻ കാരണമുള്ള 3 പ്രധാന കാരണങ്ങൾ ഈ പറയപ്പെട്ട കാരണങ്ങളാണ്. ഇനി നമുക്ക് പാലക്കാട് മുൻപുള്ള ഇലക്ഷനിലെ ഒരു ചെറിയൊരു ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ മൊത്തം പോൾ ചെയ്ത വോട്ട് 1,31,448 വോട്ടാണ്. അതിൽ കോൺഗ്രസിന് കിട്ടിയത് 82,779 വോട്ട്, BJPക്ക് 43,072, CPMന് 34,640, അതായത് 9,707 വോട്ടിന് ലീഡാണ് കഴിഞ്ഞ പ്രാവശ്യം VK ശ്രീകണ്ഠന് ലോക്സഭാ ഇലക്ഷനിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചത്. രണ്ടാമത്തത് ഈ കഴിഞ്ഞ തവണത്തെ നിയമസഭാ ഇലക്ഷൻ 2021 അന്ന് മൊത്തം പോൾ ചെയ്ത വോട്ട് 1,42,104 വോട്ട്, അതായത് പാലക്കാട് മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് പോൾ ചെയ്തത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലാണ്. അന്ന് 54,079 വോട്ടാണ് കോൺഗ്രസ് നേടിയത്. BJP 50,220 വോട്ടാണ് നേടിയത്. CPM നേടിയിരുന്നത് 36,443 വോട്ട്. അന്നത്തെ മാർജിന് 3,859 വോട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പഞ്ചായത്തുകളിലേക്ക് എത്തിയ സമയത്ത് ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായിട്ട് ഷാഫിക്ക് ഏകീകരിച്ച് അങ്ങനെ അദ്ദേഹം വേണ്ടിയിട്ട് വിജയത്തിലേക്ക് എത്തിയതാണ്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ മുമ്പിലുള്ളൊരു സത്യമാണ്. പിന്നെ അതിന് തൊട്ട് മുമ്പത്തെ നിയമസഭാ ഇലക്ഷൻ 2016, ഇത് ഞാൻ പറയാൻ കാരണം ഈ 2016 ഇലക്ഷൻ തൊട്ടിട്ടാണ് BJP അവിടെ ഒരു പ്രധാന ശക്തിയായിട്ട് കയറി വന്നത്. അന്ന് ശോഭാ സുരേന്ദ്രൻ, നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ആരൊക്കെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് കേരളത്തിൽ
ഏത് മണ്ഡലത്തിൽ നിർത്തിയാലും അത്യാവശ്യം നല്ല രീതിയിൽ വോട്ട് പിടിച്ചെടുക്കാൻ കഴിവുള്ള ബി ജെ പി പാർട്ടിയിൽ അല്ലെങ്കിൽ BJP സഖ്യത്തിൽ ഏറ്റവും നന്നായിട്ട് വോട്ട് പിടിച്ചെടുക്കാൻ കഴിവുള്ള സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനാണ്. അത് അവർ പല സ്ഥലത്തും നിന്നിട്ട് അത് തെളിയിച്ചു കഴിഞ്ഞതാണ്. നമുക്കറിയാം, ആറ്റിങ്ങലായാലും പിന്നീട് ഈ അടുത്ത് ആലപ്പുഴ ആയാലും മുമ്പ് പാലക്കാടായാലും ഒക്കെ അവർ നിന്നിരുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ വോട്ട് പിടിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞു വരുന്നത്, ആ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച 2016 BJPക്ക് 2ാം സ്ഥാനത്തേക്ക് കയറാൻ പറ്റിയും നല്ല രീതിയിൽ വോട്ട് പിടിച്ചെടുക്കാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് അന്നത്തെ വോട്ട് നില നോക്കിക്കഴിഞ്ഞാൽ 1,37,804 വോട്ട്. അതാണ് 2016 മൊത്തം പോൾ ചെയ്തത്. അതിൽ കോൺഗ്രസിന് 57,559 വോട്ടും BJPക്ക് 40,076 വോട്ടും CPMന് 38,675 വോട്ടും. ഈ സംഖ്യകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. അന്നത്തെ മാർജിന് 17,453. അപ്പം ഞാൻ ഈ സംഖ്യകൾ ഓർത്ത് വെക്കുന്നത് നല്ലതാണെന്ന് പറയാൻ കാരണം, ഇതിൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഒരു 52,000-നും 55,000-നും ഇടയിൽ ആ ഒരു ഇതിൽ സ്ഥിരമായിട്ട് കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ BJPയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ BJPക്ക് ഏറെക്കുറെ 40-45 ലെവലിൽ 2 ലക്ഷം കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു അപവാദം പറയാനുള്ളത്, കഴിഞ്ഞ തവണത്തെ നിയമസഭാ ഇലക്ഷനിൽ കിട്ടിയ 50,000 വോട്ടുകളാണ്. അന്ന് നമുക്കറിയാം അത് കിട്ടാൻ തന്നെ കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീധരൻ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിൻ്റെ മികവാണ്. പിന്നെ CPMന് ഈ ഒരു 34, 35, 40-നുള്ളിൽ കിടന്ന് കളിക്കുന്ന ആ ഒരു സംഖ്യയിലാണ് CPM നിൽക്കുന്നത്. അപ്പോൾ ഈ സംഖ്യ ഞാൻ ഓർത്ത് വെക്കണമെന്ന് പറയാം, ഈ സംഖ്യ ഞാനൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം, ഏറെക്കുറെ ഈ ഇലക്ഷനിലും ഏറെക്കുറെ ഇതേ സംഖ്യയിലായിരിക്കും 3 പാർട്ടികളും വന്ന് നിൽക്കുക. അത് ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ ഇന്നലെ BJP സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് ഉറപ്പ് പറയാൻ കാരണം അവർ ഈ പാലക്കാട് നഗരസഭാ പരിധിയിലുണ്ടായ വോട്ടിലെ വർധനവാണ് അവരങ്ങനെ പറയാൻ കാരണം. പക്ഷെ പാലക്കാട് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയ ഇലക്ഷൻ ഇതല്ല. പാലക്കാട് ചരിത്രത്തിൽ 2016 ഷാഫി പറമ്പിൽ 17,000 വോട്ടിന് ജയിച്ച ആ ഇലക്ഷനിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് പേഴ്സൻറ്റേജ് കണക്കിൽ പിന്നെ രേഖപ്പെടുത്തിയത്. അതായത് 77 അന്ന് വോട്ടിൽ 78% അടുത്ത് വോട്ട് അന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഏറ്റവും ഹയസ്റ്റ് പാലക്കാട്. അതിന് മുമ്പൊക്കെ 70,000-ന് താഴേക്ക് മാത്രമാണ് പാലക്കാട് മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത്. അപ്പോൾ പാലക്കാട് മണ്ഡലത്തിൻ്റെ ഒരു പൊതുസ്ഥിതി എന്ന് പറയുന്നത് നോർമലി അവിടെ ഒരു 70, 72 ആ ലെവലിൽ തന്നെയാണ് പൊതുവെ പിന്നെ വോട്ടുകൾ രേഖപ്പെടുത്താറുള്ളത്. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് 75-ലേക്ക് പോയത്. അത് 2016 ഉണ്ടായി, അതുപോലെ 2021 ഉണ്ടായി. അതിന് മുമ്പേ അതിൻ്റെ ഇടയിലൊന്നും അത്രത്തോളം വോട്ടുകളൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ തവണ 75% വോട്ടാണ്, ഈ തവണ 73% അടുത്താണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെ BJPക്ക് ഇത്ര ആത്മവിശ്വാസം വരാനുള്ള പ്രധാന കാരണം, കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ പിടിച്ച വോട്ടുകൾ, നഗരസഭയിൽ പിടിച്ച വോട്ടുകളിൽ നല്ല രീതിയിൽ അധികം വോട്ട് നഗരസഭയിൽ പിടിച്ചെടുക്കാൻ പറ്റുന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് അവർ വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നത്. പക്ഷേ ശ്രീധരൻ പിടിച്ചതുപോലെ, ശ്രീധരനെ പോലത്തെ ഒരു അത്രത്തോളം ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പിടിച്ചതുപോലെ വോട്ടുകൾ, നിഷ്പക്ഷ വോട്ടുകൾ എന്നുള്ള സാധനം, അതായത് നമ്മളിനി എത്ര ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കാം, അവിടെ വോട്ട് മറിച്ചു, ഇവിടെ വോട്ട് മറിച്ചു, അവിടെ BJPക്ക് മറിച്ചു, ഇവിടെ CPMന് മറിച്ചു എന്നൊക്കെ. പക്ഷെ അതിലൊക്കെ ഒരു പറയുന്ന ലോജിക്ക് ചിന്തിക്കുമ്പം ഈ മറിയുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ശതമാനം ഉണ്ടാവും. ഇപ്പോൾ ഒരു 10,000 വോട്ട് മറിഞ്ഞു എന്ന് കരുതുക, അതിലൊരു 2,000 അല്ല 2,500 വോട്ട് മാത്രമേ എന്തുള്ളൂ ഒരു പാർട്ടിയിൽ നിന്ന് നേരിട്ട് മറിയാൻ സാധ്യതയുള്ള വോട്ടുള്ളൂ. ഒരിക്കലും ഒരു കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ BJP കിട്ടുന്ന പൂർണ്ണമായും വോട്ടുകൾ പാർട്ടി, അതായത് BJP അനുഭാവികളായിട്ടുള്ള BJP പ്രവർത്തകരായിട്ടുള്ള ആളുകളെ ഉറച്ച വോട്ടുകളുണ്ടല്ലോ, അത് എന്ന് പറയുന്നത് കുറഞ്ഞ ശതമാനം ഉണ്ടാവും. ബാക്കിയൊക്കെ നിഷ്പക്ഷ വോട്ടുകൾ. ഈ വോട്ട് എങ്ങോട്ടും മറിയാം, ഈ വോട്ട് എല്ലാ ഇലക്ഷനും എങ്ങോട്ട് വേണമെങ്കിലും മറിയാം. അത് അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവർ മുൻകൂട്ടി തീരുമാനിച്ച് വെച്ചിട്ടുള്ള തീരുമാനത്തിനനുസരിച്ച് അത് എങ്ങോട്ട് വേണമെങ്കിലും മറിയാൻ സാധ്യതയുള്ള വോട്ടുകളാണ് ഈ നിഷ്പക്ഷ വോട്ടുകൾ നടക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ തവണ പാലക്കാട് നഗരസഭയിൽ നിഷ്പക്ഷ വോട്ടുകൾ നല്ല രീതിയിൽ
ശ്രീധരന് കിട്ടിയിട്ടുണ്ട്. അതാണ് കഴിഞ്ഞ തവണ ഷാഫി പറമ്പിലിന് അവിടെ വോട്ട് കുറയാൻ കാരണം. ആ ഒരു അവസ്ഥ ഇത്തവണ ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ കഴിഞ്ഞ തവണത്തെ അത്ര തന്നെ വോട്ട് BJP പിടിക്കാം എന്നതിനപ്പുറത്തേക്ക് അതിൽ കൂടുതൽ വോട്ടൊന്നും BJPക്ക് പിടിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല. കാരണം ഒന്നാമത്തത് സ്ഥാനാർത്ഥി മികവനാണ്, പിന്നെ രണ്ടാമത്തത് BJPയിലും അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ പാർട്ടിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഞാൻ ന്യൂസുകളൊക്കെ കണ്ടു, നല്ല രീതിയിൽ അച്ചടക്കത്തോടുള്ള പ്രവർത്തനവും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിലൊന്നും കാര്യമില്ല. കാരണം ഇപ്പോൾ വോട്ട് ചേർത്തത് ഒരു പക്ഷേ CPMകാരനോ കോൺഗ്രസ്സുകാരനോ BJPക്കാരനോ ആയിരിക്കാം. പക്ഷേ ആ വോട്ട് ചേർത്ത ആൾ, ഇപ്പം എൻ്റെ വോട്ട് ചേർത്തത് CPMകാരാണെങ്കിൽ ഞാൻ CPMന് തന്നെ വോട്ട് ചെയ്തോളണമെന്നില്ല. അത് എൻ്റെ മനസ്സിലുള്ളൊരു ബോധ്യം ഉണ്ടാവും, അതിനനുസരിച്ച് ഞാൻ ചെയ്യും. അല്ലാണ്ട് അവനാണ് എൻ്റെ വോട്ട് ചേർത്തത് അതുകൊണ്ട് ഞാൻ അവന് തന്നെ ചെയ്തു കൊടുക്കാന്നുള്ള രീതിയിലൊന്നും ഒരാളും ചിന്തിക്കില്ല. അപ്പോൾ ഈ നിഷ്പക്ഷ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നുള്ളത് വലിയൊരു ഇലക്ഷൻ റിസൾട്ടിനെ വലിയൊരു ഘടകമാണ്. അപ്പോൾ കഴിഞ്ഞ തവണ അത് ഈ ശ്രീധരന് കിട്ടിയത് കൊണ്ടാണ് കഴിഞ്ഞ തവണ കുറച്ചെങ്കിലും BJPക്ക് കയറി വരാൻ സാധിച്ചത്. അല്ലാത്ത പക്ഷത്തോളം ഒരു 40,000 അടുത്തുള്ള വോട്ടുകൾ സമാഹരിക്കാൻ നിലവിൽ പാലക്കാട് മണ്ഡലത്തിൽ അല്ലെങ്കിൽ 45 ഉള്ളിലുള്ള 45,000 വോട്ടിനുള്ളിൽ ആ ഒരു ലെവലിലല്ലാതെ മാക്സിമം പോയാൽ 47, 48 ആ ഒരു സംഖ്യൻ്റെ മുകളിലേക്കൊന്നും വോട്ട് സമാഹരിക്കാൻ നിലവിലത്തെ അവസ്ഥയിൽ പാലക്കാട് മണ്ഡലത്തിൽ BJPക്ക് സാധിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെതായ രീതിയിൽ ചെറിയൊരു ഒരു കൺക്ലൂഷനിൽ എത്തിയത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത്രത്തോളം ഞാൻ പറയാൻ കാരണം പഴയ കണക്കുകളും പുതിയ കണക്കുകളൊക്കെ പറയാൻ കാരണം പൊതുവെ ആ മണ്ഡലത്തിലുള്ളൊരു പിക്ചർ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത്തവണ ഏകദേശം 1,38,000 വോട്ടാണ് ഇത്തവണ പോൾ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. അപ്പോൾ ഏകദേശം പിന്നെ കഴിഞ്ഞ ഇലക്ഷനിലും അതിൻ്റെ മുമ്പുള്ള ഇലക്ഷനുകളിലൊക്കെ ഏകദേശം പോൾ ചെയ്ത അതേ സംഖ്യ, അതായത് 2016 1,37,000 സംതിങ് വോട്ടാണ്, 2021 1,42,000 സംതിങ് വോട്ടാണ്, കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ 1,31,000 സംതിങ് വോട്ടാണ്. അതായത് ഏറെക്കുറെ ഒരു 5,000-4,000 വോട്ട് ഗ്യാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടെന്നല്ലാതെ വലിയ രീതിയിൽ കുറവ് അല്ലെങ്കിൽ വലിയ രീതിയിൽ കൂടുതലൊന്നും ഒറ്റ ഇലക്ഷനിലും സംഭവിച്ചിട്ടില്ല. അപ്പോൾ വോട്ടിൻ്റെ എണ്ണത്തിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു കുറവൊന്നും വന്നിട്ടില്ല. ഏകദേശം 1,42,000 നിന്ന് ഒരു 4,000 വോട്ട് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. പേഴ്സൻറ്റേജ് നോക്കുമ്പോൾ വലിയ പേഴ്സൻറ്റേജിൻ്റെ ഇടിവുണ്ടായിട്ടുണ്ടെങ്കിലും പോൾ ചെയ്ത വോട്ടിൻ്റെ എണ്ണം നോക്കുന്ന സമയത്ത് ഒരു 4,000 വോട്ടിൻ്റെ മാത്രം വ്യത്യാസമേ കാണുന്നുള്ളൂ. അപ്പം ഈ 4,000 വോട്ട് പിന്നെ ഒരു പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത് 3 പാർട്ടിക്കും പോയിട്ടുണ്ടാവുന്ന. കാരണം ഈ പറയപ്പെട്ട ഭരണവിരുദ്ധ വികാരവും BJPക്കെതിരുള്ള വികാരവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇത് 4,000 വോട്ടും ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസിന് മാത്രം നഷ്ടപ്പെടും, BJPക്ക് മാത്രം നഷ്ടപ്പെടും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാതെ ലോജിക്കലുമല്ല. അപ്പോൾ ലോജിക്കലി ചിന്തിക്കുന്ന സമയത്ത് ഈ 4,000 വോട്ടിൻ്റെ കുറവ് എല്ലാ പാർട്ടിക്കും ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഏകദേശം 1,38,000 വോട്ടാണ് പോൾ ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇത് പോസ്റ്റൽ വോട്ടുകൾ അല്ലാതുള്ള കാര്യമാണ് പറഞ്ഞത്. അതിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 38% മുതൽ 41% വരെ വോട്ട് കോൺഗ്രസിന് നേടാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 38, അതായത് അതൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ളൊരു സംഖ്യയാണ്. പൊതുവേ കോൺഗ്രസിന് അവിടെ 40% എന്നുള്ളൊരു ബേസ് വോട്ട് കാലങ്ങളായിട്ട് നിലനിർത്തി പോരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതിൽ വലിയ രീതിയിലുള്ള കുറവ് ഉണ്ടാവില്ല എന്നാണ് പ്രത്യേകിച്ച് ഈ തവണത്തെ ഇലക്ഷൻ്റെ ഒരു സാഹചര്യം. കഴിഞ്ഞ തവണത്തെ പിന്നെ CPM തരംഗത്തിൽ പോലും അവിടെ ഷാഫിക്ക് ഏകദേശം ഇത്ര തന്നെ വോട്ടുകൾ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 39% വോട്ട് കഴിഞ്ഞ തവണ ഷാഫിക്ക് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 38% മുതൽ 41% വോട്ട് വരെ. അതായത് അത് സംഖ്യയിൽ നോക്കുകയാണെങ്കിൽ 52,500 മുതൽ 56,500 വോട്ട് വരെ ഏകദേശം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തത് BJPക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ട് അവർക്ക് ഒരു ഏകദേശം 30% ആ ലെവലിലാണ് അവർക്കൊരു സ്ഥിര വോട്ടുകൾ. അതിൽ കഴിഞ്ഞ തവണ മാത്രമാണ് ഒരു അപവാദം സംഭവിച്ചത്. അതിനുള്ള കാരണവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏകദേശം 32% മുതൽ 35% വോട്ട് വരെ മാക്സിമം BJPക്ക് മാക്സിമം കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് 44,100 മുതൽ 48,500 വരെ വോട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് മാക്സിമം. ഇത് മാക്സിമം ഉള്ള സംഖ്യയാണ് ഞാൻ പറയുന്നത്. 50,000 മുകളിലൊക്കെ ഒരു കാരണവശാലും BJP അവിടെ പോകില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
പിന്നെ അടുത്തത് CPM നാണ്. CPM പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 35, 36 ആ ലെവലിലാണ് അവർക്ക് സംഖ്യയിൽ വോട്ടുകൾ ലഭിക്കുന്നത്. ഇത്തവണയും ഏകദേശം പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ അവർക്കൊരു 26, 27, 28 ആ ഒരു ലെവലിൽ തന്നെയാണ് കുറച്ച് കാലങ്ങളായിട്ട് വോട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര തന്നെ വോട്ട് ഇത്തവണയും CPM കിട്ടും. കൂടുതലൊന്നും വോട്ട് പിടിക്കാൻ സരിന് സാധിക്കില്ല. ഒരു ശതമാനം വോട്ട് മാക്സിമം വർദ്ധിച്ചാൽ, അതായത് കോൺഗ്രസിൽ നിന്ന് കിട്ടുമെന്ന് അവരവകാശപ്പെടുന്ന വോട്ട് അതിൽ തന്നെ പൂർണ്ണമായും കിട്ടാനൊന്നും പോകുന്നില്ല. ചിലപ്പം എന്തെങ്കിലും കാരണവശാൽ കോൺഗ്രസിലുള്ള ഉൾപാർട്ടി പോരിൻ്റെ കാരണം കൊണ്ട് ചെറിയ ശതമാനം വോട്ട് വർദ്ധിക്കുക എന്നല്ലാതെ വലിയ തോതിലൊന്നും വോട്ട് ഈ സരിന് കിട്ടാൻ സാധ്യതയല്ല. അത് ഏകദേശം 27% മുതൽ 30% വരെ വോട്ട് സരിന് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് 37,000 മുതൽ 41,000 വരെ വോട്ട് സരിന് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നോട്ടക്കും എല്ലാവർക്കും കൂടെ ഏകദേശം 3% വരെ വോട്ട് സാധ്യതയുണ്ട്. അതായത് ഒരു 5,000 വോട്ട് വരെ നോട്ടയും സ്വതന്ത്രം എല്ലാവരും കൂടെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു മാർജിൻ പ്രതീക്ഷിക്കുന്നത് 5,000 മുതൽ 10,000 വോട്ടിൻ്റെ ഇടയിലുള്ളൊരു മാർജിൻ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ഒരു 5,000-ൻ്റെയും 10,000-ൻ്റെ ഇടയിലുള്ള വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച് കയറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഈ പിരായി, മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിലുള്ള വോട്ട് ശതമാനത്തിൻ്റെ കുറവ്, അത് വോട്ട് ശതമാനത്തിലുള്ള കുറവ് വലിയ രീതിയിൽ പ്രതിഫലിക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശതമാനത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും വോട്ട് എണ്ണത്തിൽ വലിയ കുറവൊന്നും സംഭവിച്ചിട്ടില്ല. അത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പറയുന്ന സമയത്ത് ചാനലുകളിലൊക്കെ പറയുന്ന സമയത്ത് വലിയ ഇടിവ് എന്ന് പറയുന്ന സമയത്ത് അത് ശതമാനത്തിൽ മാത്രമുള്ള ഇടിവുള്ളൂ, അല്ലാതെ ഈ പറയപ്പെട്ട വോട്ടിൻ്റെ എണ്ണത്തിലൊരു വലിയൊരു ഇടിവ് സംഭവിച്ചിട്ടില്ല. അത് കാര്യമായിട്ട് സംഭവിച്ചത് എനിക്ക് തോന്നുന്നത് കണ്ണാടി പഞ്ചായത്തിലാണെന്ന് സംശയമുണ്ട്. ഏതോ ഒരു പഞ്ചായത്തിൽ മാത്രം ഏകദേശം 8% വോട്ട്, അതിൽ അവിടെ നല്ലൊരു മോശമില്ലാത്തൊരു വോട്ട് ഇടിഞ്ഞിട്ടുണ്ടാവും. അതിന് പല കാരണങ്ങളുണ്ടാവും. പക്ഷേ മറ്റുള്ള പഞ്ചായത്തുകളിലൊക്കെ ചെറിയ തോതിലുള്ള ഇടിവേ സംഭവിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ പിരായിരി പഞ്ചായത്തിലോ അല്ലെങ്കിൽ പിരായിരി അതേപോലെ കണ്ണാടി, മാത്തൂർ പഞ്ചായത്തിലൊന്നും ഒരു കാരണവശാലും BJPക്ക് അധികം മുകളിലൊന്നും കയറി വരാൻ സാധിക്കില്ല. ആ 3 സ്ഥലത്തും കൂടെ അവർ മാക്സിമം പോയാൽ ഒരു 10,000, 12,000 വോട്ട് പിടിച്ചാലേ മാക്സിമം പിടിക്കുള്ളൂ. ഈ നഗരസഭാ പരിധിയിൽ ഏറിപ്പോയാൽ 35,000 വോട്ട്, അതിനപ്പുറത്തേക്കൊന്നും അവർക്ക് പിടിക്കാൻ സാധിക്കില്ല. ഇങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ മറ്റുള്ള ഈ പിരായിരി അടക്കമുള്ള മറ്റുള്ള BJPക്ക് സ്വാധീനം കുറവുള്ള സ്ഥലത്തൊക്കെ UDF സ്ഥാനാർത്ഥിക്ക് നല്ല രീതിയിൽ വോട്ട് വർദ്ധിക്കും. ശതമാനത്തിൻ്റെ കുറവ് ഒരിക്കലും അത് ഫലത്തിന് വലിയ തോതിൽ ബാധിക്കില്ല. ഭൂരിപക്ഷത്തിൽ പ്രതീക്ഷ മുമ്പൊക്കെ പല ചാനലുകളിലും പറഞ്ഞ ഒരു റെക്കോർഡ് ഭൂരിപക്ഷം അല്ലെങ്കിൽ 15,000, 20,000 ആ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു 5,000 മുതൽ 10,000 വരെയുള്ള ഒരു വോട്ടിൻ്റെ ലീഡിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വിജയിച്ച് കയറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഞാൻ പ്രതീക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ബാക്കിയൊക്കെ കണക്കുകളൊക്കെ ഞാൻ എൻ്റെതായ രീതിയിലൊന്ന് ക്രോഡീകരിച്ചു. എനിക്ക് മനസ്സിലായ ചില കണക്കുകൾ ജസ്റ്റ് ചാനലുകളിലൊക്കെ നോക്കി മനസ്സിലായ കാര്യങ്ങളൊന്ന് കണക്കുകൾ പ്രകാരം ഒന്ന് പറയാൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ. ആ കണക്കുകളിലൊക്കെ പല മാറ്റങ്ങളും സംഭവിച്ചേക്കാം. ഞാൻ മനസ്സിലാക്കിയതിൽ പല വ്യത്യാസങ്ങളുണ്ടായേക്കാം. സംഖ്യയിൽ പല വ്യത്യാസങ്ങളുണ്ടായാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായ ഒരു കാര്യമാണ്. അതിൽ വലിയ അട്ടിമറികളോ വലിയ അടിയൊഴുക്കുകളോ ഉണ്ടായിട്ടില്ല എങ്കിൽ ഇത് ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന ഒരു റിസൾട്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു 5,000-ൻ്റെയും 10,000-ൻ്റെയും ഇടയിലുള്ള വോട്ടിന് വിജയിച്ച് കയറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വീണ്ടും കാണാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.